Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചോറ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സാധാരണ നമ്മളൊക്കെ ചോറ് വയ്ക്കുമ്പോൾ അല്പമൊക്കെ ചോറ് ബാക്കി വരാറുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഉണ്ടാക്കിയാൽ ബേക്കറികളിൽ പോയി കളർഫുള്ളായിട്ടുള്ള സ്നാക്സ് വാങ്ങി കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ബേക്കറികളിൽ കാണുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള സ്നാക്സ് കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നട്ടിരുന്ന ബീട്രൂട്ട് എടുക്കാറായതുകൊണ്ട് ഞാൻ അല്പം ബീട്രൂട്ട് കൂടെ ചേർത്തിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പൊതുവെ ഈ സമയത്ത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. പക്ഷേ ബീട്രൂട്ട് ഇല്ലെങ്കിൽ ബീട്രൂട്ട് ചേർക്കാതെ തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കാം. ബീട്രൂട്ട് വളരെയധികം പോഷകസമൃദ്ധമായ ഒരു വെജിറ്റബിളാണ്. അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ദിവസവും ബീട്രൂട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബീട്രൂട്ട് ഇതുപോലെ തൊലി മാറ്റി കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ബീട്രൂട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു പാനിൽ ഇട്ട് കൊടുത്ത ശേഷം ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇനി ഇതിലൊരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് വേവിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് വേവിക്കണം. അല്ലെങ്കിൽ പിന്നീട് ചോറ് കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോവും. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച ശേഷം 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് ഒന്ന് വേവിച്ച ശേഷം ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്ത ശേഷം അരച്ചെടുക്കണം. ഇപ്പോൾ വേവിച്ച ബീട്രൂട്ട് ഇതുപോലെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇതുപോലെ 1 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചോറും ബീട്രൂട്ടും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലൊരൽപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഇതിന് പകരം അല്പം തേങ്ങ അരിഞ്ഞ് ചേർത്താലും മതി. ഇനി 1 ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂണോളം എള്ള് കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഞാനിതിലൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലൊരു 1 കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ അല്പമായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയാൻ പറ്റില്ല. അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായി വരണം. അതുകൊണ്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് നല്ല തിക്കായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ മാവ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് അരിമാവ് ചേർത്താൽ മതി. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വേണമെങ്കിൽ എണ്ണ ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ മാവിനെ ഇതുപോലെ നന്നായി കുഴച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായി എണ്ണ ചൂടാക്കിയെടുക്കാം. കയ്യിൽ ഇതുപോലെ അല്പം മാവെടുത്ത ശേഷം ഇതുപോലെ കൈക്കകത്ത് വെച്ച് ഒന്ന് ഉരുട്ടി ബോൾ പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഉള്ളം കൈവച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പായി പരത്തി കിട്ടും. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതുപോലെ പരത്തി എണ്ണയിലിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം പുറവശം നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചോറ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും ബീട്രൂട്ട് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളത് കൊണ്ട് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. എന്നാൽ ഇത് വളരെ കളർഫുള്ളാണ്. ഈ സ്നാക്ക് പുറത്ത് ക്രിസ്പിയും അകത്ത് അല്പം സോഫ്റ്റുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.